2025 ഡിസംബറോട് കൂടി ദ്വിരാഷ്ട്ര ഫോർമുല ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക അംഗീകരിച്ചിട്ടില്ലെങ്കിൽ രണ്ടാം ഘട്ട അറബ് ഇസ്രായേൽ യുദ്ധമുണ്ടാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. കാര്യം പറയുന്നത്, രാഷ്ട്ര ഭരണാധികാരികളുടെ നയങ്ങളും നിലപാടുകളും അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിയിലല്ല രാജ്യത്തിലെ ജനങ്ങളുള്ളത് എന്നതാണ്. ഈ പറഞ്ഞതിന്റെ വാചകങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും നടന്ന രാജ്യങ്ങളാണ് പല അറേബ്യൻ മേഖലകളും അറബ് രാജ്യങ്ങളും. പല ഘട്ടങ്ങളിലും ഭരണങ്ങൾ അട്ടിമറിയുകയും പുതിയ ഭരണാധികാരികൾ അധികാരത്തിലേറുകയും ഏറ്റെടുത്ത മുൻ ഭരണാധികാരികൾ മരണപ്പെടുകയോ തൂക്കിലേറ്റപ്പെടുകയോ നാടുവിടുകയോ അങ്ങനത്തെ പല സാഹചര്യങ്ങളും പല അവസ്ഥകളും വർത്തമാന അറേബ്യൻ രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നതാണ്. ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങൾ രാജ്യത്തിന്റെ അകത്തുള്ള ആഭ്യന്തര വിഷയങ്ങൾ അടിച്ചൊതുക്കാൻ വേണ്ടി ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നതിനപ്പുറം രാജ്യഭരണത്തെ നിയന്ത്രിക്കപ്പെടുന്ന സൈനിക മേധാവികൾ പല ഘട്ടങ്ങളിലും രാജ്യഭരണത്തിനോട് താല്പര്യം കാണിച്ചുകൊണ്ട് ഭരിക്കുന്ന ഭരണാധികാരികളെ കീമേൽ മറിച്ച് അധികാരം പിടിച്ചെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഏകദേശം ഒരു നൂറ്റാണ്ടിന്റെ 100 വർഷത്തെ ചരിത്രത്തെ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് അമേരിക്കയിൽ നടന്നിരിക്കുന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന അറേബ്യൻ മേഖലയിലെ മാറ്റങ്ങളും അത്തരം മേഖലയിലൊക്കെ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രങ്ങളിലൊക്കെ അമേരിക്കയുടെ ഇടപെടലുകളും അവിടുത്തെ ഭരണാധികാരികളും ജനങ്ങളും തമ്മിലുള്ള അകൽച്ചയും അങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സാഹചര്യം 2023 ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസിന്റെ അക്രമത്തോടുകൂടി ഈ മേഖലയിൽ പതിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ പറഞ്ഞു വരുന്ന വിഷയം, 3 വർഷമായി റഷ്യൻ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഈ ഫെബ്രുവരി മാസം ഏകദേശം അവസാനിക്കുന്നതോടുകൂടി 3 വർഷം പൂർത്തിയാവുകയാണ്. എന്ന് വെച്ചാൽ 4-ാം വർഷത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും വിപുലമായിരിക്കുന്ന ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൈനികപരമായിരിക്കുന്ന പോരാട്ടങ്ങളും യുദ്ധങ്ങളും അത്രേ ഉള്ളൂ. സ്വാഭാവികപരമായ രീതിയിൽ രാജ്യങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളും സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ 2 രാജ്യത്തെ മാത്രം ബാധിക്കുന്ന വിഷയമായിട്ട് അത് അവസാനിക്കാറുണ്ട്. റഷ്യൻ ഉക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്തത്. അത് അന്താരാഷ്ട്ര മേഖലയിൽ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കപ്പെട്ടതൊന്നുമല്ല. UN സഭയിൽ പ്രമേയം വന്നിട്ടുണ്ട്. ആ പ്രമേയത്തെ വീറ്റോ ചെയ്ത് റഷ്യ പരാജയപ്പെടുത്തി റഷ്യ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ യുദ്ധം തുടരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് UN സഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ റഷ്യക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഏതുപോലെ ഇസ്രായേൽ യുദ്ധം തുടരാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രമേയം വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്രായേലിന് പലസ്തീനെതിരെ യുദ്ധം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതാണ്. അത് റഷ്യ ചെയ്തു എന്ന് മാത്രം. പ്രശ്നം എന്ന് പറയുന്നത്, രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾ മുൻ സംഭവങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിലയിരുത്തുന്ന സമയത്ത് ഒരുപാട് വ്യത്യസ്തത പുലർത്തപ്പെടുന്നുണ്ട്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ ചർച്ച വരുന്നു. പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നിലവിൽ തുടങ്ങിയിട്ട് 1 വർഷം 4 മാസം ഏകദേശമായി, 4 മാസം കഴിഞ്ഞു ഏകദേശം. എന്നാൽ ഈ യുദ്ധവും ഉക്രൈൻ റഷ്യൻ തമ്മിലുള്ള യുദ്ധവും തമ്മിൽ വിലയിരുത്തുന്ന സമയത്ത് ലോകത്ത് എല്ലാ രാജ്യവും എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്ന ഒരു യുദ്ധത്തിന്റെ പേരാണ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധം. അത് വൈകാരികപരമായും ജാതീയപരമായും രാഷ്ട്രീയമായും അതിന് പ്രാധാന്യമുണ്ട്. ഒരു രാജ്യം പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ആ 2 രാജ്യത്തെ മാത്രമല്ല അത് ബാധിക്കുന്ന അറേബ്യൻ മേഖല അങ്ങനെ ബാധിച്ചിട്ടുണ്ട്, അമേരിക്കൻ മേഖലയെ ബാധിച്ചിട്ടുണ്ട്, ഇസ്രായേലിനെ ഏതായാലും ബാധിച്ചിട്ടുണ്ട്, മറ്റ് യൂറോപ്യൻ മേഖലയും ബാധിക്കപ്പെട്ട യുദ്ധമാണിത്. ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു കപ്പലും പോകാൻ പറ്റാത്ത രീതിയിൽ ചെങ്കട ബ്ലോക്കായിരിക്കുന്നു. അറേബ്യൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള നിലപാടുകളും പറഞ്ഞ ഒരു രാജ്യമാണ് അറേബ്യൻ രാജ്യങ്ങൾ. എല്ലാ രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യം എടുക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ രാജ്യമാണ് ഫലസ്തീന് വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പരാതി കൊടുത്തത്. UN സഭയിൽ 167ഉം 170ഉം രാഷ്ട്രങ്ങൾ ഫലസ്തീന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന സ്ഥിതി നമ്മൾ കണ്ടു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലാണ് ഏറ്റവും വലിയ പ്രതിഷേധം നടത്തിയ 2ാമത്തെ രാജ്യം. ബ്രിട്ടൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രതിഷേധം ഫലസ്തീൻ അനുകൂലമായി ഇസ്രായേലിനെതിരെ നടത്തിയത് അമേരിക്കയിലാണ്. അവിടെ നിന്നാണ് കപ്പലുകൾ ആയുധങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. ജോ ബൈഡന്റെ ഭരണം തന്നെ തെറിക്കാൻ ഒരർത്ഥത്തിൽ കാരണം അതാണ്.
അങ്ങനെ സർവ്വ മേഖലയും ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് പലസ്തീൻ ഇസ്രായേൽ യുദ്ധം. നമ്മൾ 967 യുദ്ധവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ യുദ്ധത്തിൽ ലെബനാൻ, ജോർദാൻ, ഈജിപ്ത്, സിറിയ, ഈജിപ്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ 6 ദിന യുദ്ധമായിരുന്നു. 6 ദിനം എന്ന് പറഞ്ഞാൽ 6 ദിനം കൊണ്ട് അവസാനിച്ചതുകൊണ്ടാണ് 6 ദിന യുദ്ധം എന്ന് പറയുന്നത്. ഈ 4 രാഷ്ട്രങ്ങൾ, അതായത് ലെബനാനും, ജോർദാനും, ഈജിപ്തും, സിറിയയും ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അവർക്ക് 2 രാജ്യങ്ങളോട് സപ്പോർട്ട് ചെയ്തു, ഇറാഖും ഇറാനും. അത് രണ്ടും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമല്ല. 6 രാഷ്ട്രങ്ങൾ, 6 മുസ്ലിം രാഷ്ട്രങ്ങളെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒറ്റക്ക് നേരിട്ടു. അങ്ങനെ ആ യുദ്ധം പരാജയപ്പെട്ടു. മണിക്കൂറുകൾക്കകം പരാജയപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ രാഷ്ട്രീയമായ രീതിയിൽ വലിയ വിഷയങ്ങളും തങ്ങളുടെ അനൈക്യം, അതല്ലെങ്കിൽ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ച ഇല്ലായ്മയോ തങ്ങളുടെ ശക്തിക്കുറവോ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ രാജ്യങ്ങളാണ് ഈ പറയപ്പെട്ട 4 രാജ്യങ്ങൾ. ഈ 4 രാജ്യങ്ങൾക്കും ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സിറിയക്ക് പോയിട്ടുണ്ട്, ഈജിപ്തിന് പോയിട്ടുണ്ട്, ജോർദാന് പോയിട്ടുണ്ട്, ലെബനാന് പോയിട്ടുണ്ട്. പിന്നീടുള്ള പിൽക്കാലത്ത് ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി വലിയ പ്രയാസപ്പെട്ട ആക്രമണങ്ങളും യുദ്ധങ്ങളും ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുണ്ട്. അതിൽ ലെബനാന് മാത്രമാണ് കുറച്ചെങ്കിലും ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത്. മറ്റൊരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല. അങ്ങനെ അവർ സംഘർഷാവസ്ഥയായി തുടർന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലുമായിട്ടുള്ള പോരാട്ടത്തിന് പകരം അവരുമായ രീതിയിൽ സന്ധി ചേർന്നുകൊണ്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പിന്നെ നടത്തിയത്. അതിൽ ആദ്യം അതിനുവേണ്ടി യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഈജിപ്ത് തന്നെയാണ് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഈജിപ്തുമായും ജോർദാനുമായും അവർ നല്ല നയതന്ത്ര ബന്ധം ഉണ്ടാക്കി. സിറിയ അകന്നു നിന്നു. ഈ നയതന്ത്ര ബന്ധമൊക്കെ ചില സമയത്ത് ഉണ്ടാവും, പിന്നെ അത് തെറ്റും, പിന്നെ രണ്ടാമതുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. ലെബനാനും അകന്നു നിന്ന രാജ്യങ്ങളാണ്. ലെബനാൻ നിരന്തരം ഇസ്രായേലുമായിട്ട് കലഹിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അവർക്ക് 30% അന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൽ ഇസ്രായേൽ സൈന്യങ്ങൾ തിരിഞ്ഞോടി ആ പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നൊരു അവകാശപ്പെടുകയും ചെയ്തു. ഇറാനെ ഇറാഖെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള, അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ല, സൈനികരും വല്ലാത്ത രീതി നഷ്ടപ്പെട്ടില്ല, വലിയ നഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാലം കുറെ കഴിഞ്ഞ സമയത്ത് ജോർദാനും ഈജിപ്തും ഏറെക്കുറെ ഇസ്രായേലുമായിട്ട് ഒന്നിച്ചു, വലിയ സൗഹൃദ ബന്ധങ്ങളായി. അവരിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ട് ഒരു ഏറ്റുമുട്ടാൻ തയ്യാറാവാത്ത സ്ഥിതിയിലേക്ക് വന്നു. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഹുസ്നി മുബാറക്കിന്റെ കാലത്ത് ഏറെക്കുറെ കുറച്ചൊക്കെ ഇസ്രായേലിനെതിരെ സംസാരിച്ചിരുന്നു. പിന്നെ ഹുസ്നി മുബാറക്കിന്റെ ഭരണം അട്ടിമറിച്ചു. പുതിയ ഭരണ സംവിധാനം വന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നോമിനിയാണ് എന്ന് തന്നെ പറയപ്പെടുന്നു. ഇപ്പോഴത്തെ സ്ഥിതി സാഹചര്യങ്ങൾ എന്നും വളരെ വ്യത്യസ്തമാണ്. ഇവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും വലിയ കാര്യമായ പ്രസക്തി പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രം എന്ന നിലക്ക് സൗദി അറേബ്യയുടെ നിലപാട് ശ്രദ്ധിക്കപ്പെടുന്നു. യുദ്ധം ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിയന്ത്രണ കർത്താക്കളൊക്കെ ഇറാനാണ്. ഇറാന്റേത് അവസാനത്തെ വാക്കും അവസാനത്തെ നിലപാടുമാണ്. സമാധാനപരമായിരിക്കുന്ന ഒരു നിലനിൽപ്പിന് വേണ്ടിയും സ്വാതന്ത്ര്യപരമായിരിക്കുന്ന ഒരു വിഷയത്തിന് വേണ്ടിയും ഇറാന്റെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കാറില്ല, അല്ലെങ്കിൽ ഇറാന്റെ അഭിപ്രായങ്ങൾ അങ്ങനെ പരസ്യപ്പെടാറില്ല, രഹസ്യമായിട്ടാണ്. ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ നിലനിൽക്കുന്ന UAE പോലെയുള്ള രാജ്യങ്ങളുമൊക്കെ അവരുടെ നിലപാടുകളും അഭിപ്രായങ്ങളും വലിയ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ്. എന്ന് വെച്ചാൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അറേബ്യൻ മേഖലയ്ക്ക് വേണ്ടി സൗദി അറേബ്യ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ആ UAEയോടൊപ്പം ഈ 2 രാജ്യങ്ങളോടൊപ്പം ഒരു പക്ഷേ ലെബനാനും യമനും ചേരാൻ സാധ്യതയുണ്ട്. ലെബനാൻ എന്തായാലും ചേർന്ന് നിൽക്കും എന്നുറപ്പാണ്. പകരം ഈ ജോർദാന് പകരം യമൻ ആയിരിക്കും ഇതിൽ കക്ഷിയായിട്ട് ചേരുക. സിറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. തുർക്കിയുടെ അണ്ടറിലാണ് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ 4 രാജ്യങ്ങൾ UAE, സൗദി അറേബ്യ, ലെബനാൻ, യമൻ, ഈ 4 രാജ്യങ്ങൾ ഒരു ഭാഗത്തും മുൻപ് എങ്ങനെയായിരുന്നോ ഇറാനും ഇറാഖും പ്രവർത്തിച്ചത് അവരങ്ങനെ തന്നെ ഇവരുടെ പക്ഷം ചേർന്നും ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ ഇറാന് അതിന് ശക്തമായിരിക്കുന്ന ശക്തി പകർന്നുകൊണ്ട് നേതൃത്വ നിരയിലേക്ക് വരാനുള്ള സാധ്യതയും പറയുന്നു. മുൻപ് സൗദി അറേബ്യ നിർത്താനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ അമേരിക്കയൊക്കെ വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ്. ഇസ്രായേലുമായിട്ട് ഇപ്പോൾ ഈ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ യുദ്ധത്തോടനുബന്ധിച്ചാണ് അവർ തമ്മിൽ വേർപിരിഞ്ഞത്. അല്ലെങ്കിൽ ഏറെക്കുറെ സംഘർഷാവസ്ഥ ഇല്ലാത്ത ഒരു സമാധാന കാഴ്ചപ്പാടുള്ള രാജ്യമാണ് ഇസ്രായേലും സൗദി അറേബ്യയും. അങ്ങനെ ഒരു ആറ് രാഷ്ട്രങ്ങൾ ചേർന്നുള്ള 2ാം ഘട്ട പാലസ്തീൻ സ്വാതന്ത്ര്യ യുദ്ധം
നടക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. ഒരു പക്ഷേ സൗദി നേതൃത്വം നൽകും, അതല്ലെങ്കിൽ ഇറാൻ നേതൃത്വം നൽകും. ഇറാൻ നേതൃത്വം നൽകുന്ന സമയത്ത് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സൗദി അറേബ്യക്കും യു എക്കും നിൽക്കാൻ ഒരു പക്ഷേ പ്രയാസമുണ്ടെങ്കിൽ സൗദി അറേബ്യയാണ് നേതൃത്വം നൽകുന്നത്, ഇറാൻ ഇവരോടൊപ്പം നിൽക്കാൻ പ്രയാസമില്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഇറാൻ ചിന്തിക്കുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ്, അത് ആര് മുന്നിൽ നിന്നാലും പിന്തുണ നൽകുക എന്നുള്ളതാണ് നയനിലപാടുകൾ. അതോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു സ്ഥിതി യഥാർത്ഥത്തിൽ ഉണ്ടാവാണ്ട് സാധ്യത പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നതുകൂടി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ സങ്കീർണമാണ്. ജോർദാൻ രാജാവ് ഈ അടുത്ത് തന്നെ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം പിന്നീട് ആദ്യഘട്ടത്തിലല്ല പിന്നീട് പുറത്തു വരികയും അതിൽ ആ കാര്യം കൃത്യമായ രീതിയിൽ ട്രംപിന് മനസ്സിലാക്കുകയും ചെയ്തു. അവർ പറഞ്ഞ കാര്യം അമേരിക്കയുമായിട്ട് സഹകരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഫലസ്തീനികളുടെ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഈ അഭയാർത്ഥികളെ പോലെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പ്രദേശങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരു പരിധി വരെ എത്തുന്നത് അതും പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഏറെക്കുറെ ഈജിപ്ത് പറഞ്ഞു അങ്ങനെ തന്നെയാണ്. ജോർദാനും ഈജിപ്ത് ഏറ്റെടുക്കണമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അവിടെ വിഷയം വരുന്നത് രാജ്യത്തിന്റെ അകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും ഉണ്ടാവുകയും ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യും. അങ്ങനെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യുന്ന സമയത്ത് സൈനികർക്ക് ഈ പ്രതിഷേധത്തെ ഒരു പരിധി വരെ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റൂ, ഒരു പരിധി വരെ മാത്രമേ അവരെ വെടിവെക്കാനും പറ്റും. പ്രതിഷേധക്കാരെ വെടിവെക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ സൈനികർ സാധാരണ ഇത് ചെയ്യാറുള്ളത്. ആ പരിധി കഴിഞ്ഞാൽ പിന്നീട് ഒരുപക്ഷെ എൻ്റെ പോലും നിലനിൽപ്പ് വലിയ പ്രയാസമായി വരും. ഞാൻ സൈനികരോട് പറയുന്ന സമയത്ത് സൈനികർ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പ്രതിസ്ഥാനത്താണ് ഉണ്ടാവുക. അതിന് ബംഗ്ലാദേശിനെ അദ്ദേഹം ഉദാഹരണം പറഞ്ഞു. ജോർദാൻ രാജാവ് അബ്ദുള്ള രാജാവ് ഈ ഉദാഹരണം പറഞ്ഞതിൽ ഒന്ന് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ നടന്ന തെരഞ്ഞെടുക്കപ്പെട്ട കാലിദാസിയ എന്ന് പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയാണ്. അത് ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുത്തതാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൽ കാളിദാസിയയുടെ പിതാവിന്റെ വംശാവലിക്ക് ജോലി സംവരണം നൽകണം എന്നുള്ള ഒരു വിഷയമാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ പിൻതലമുറക്കാർക്ക് രാജ്യത്തിലെ തൊഴിൽ മേഖലയിൽ 30% സംവരണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന അവിടുത്തെ ഈ സ്വാതന്ത്ര്യ പോരാട്ടം ആ കാലഘട്ടത്തിൽ ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. തലമുറ കൈമാറിയിട്ട് അവർക്ക് ഈ രാജ്യത്തിന്റെ 33% സംവരണം ഏർപ്പെടുത്തുന്ന സമയത്ത് രാജ്യത്തിലെ ജനങ്ങൾക്ക് ആ ജോലി ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ വരും. അല്ലെങ്കിൽ തന്നെ ഒരു ദരിദ്ര രാജ്യത്തിന്റെ പേരിലാണ് ബംഗ്ലാദേശ് ഉള്ളത്, അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭം ഏറെക്കുറെ അടിച്ചൊതുക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചു. അല്ലെ സൈനികർ അടിച്ചൊതുക്കി 100-ലധികം ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ. പിന്നീട് അത് ജനകീയ പ്രക്ഷോഭമായി. ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടും വെടിവെക്കാൻ വേണ്ടിയിട്ടും ഉത്തരവിട്ടു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കുറെ വെടിവെപ്പൊക്കെ നടത്തി. ഒരു പരിധി കഴിഞ്ഞ സമയത്ത് പ്രക്ഷോഭങ്ങൾ ആളിക്കത്തി തടയാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ സൈനികർ പറഞ്ഞു ഇനി ഞങ്ങൾ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതോടുകൂടി സൈന്യവും ഗവൺമെന്റും തമ്മിൽ വിഷയമായി. പിന്നീട് രാജ്യം വിട്ടു പോകണമെന്ന് സൈന്യമാണ് പ്രധാനമന്ത്രിയോട് പറയുന്നത്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയോട് പറയാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു, അതുകൊണ്ട് രാജ്യം വിട്ടുപോകണം. പത്രസമ്മേളനം പോലും നടത്താതെ, ജനങ്ങളോട് അഭിസംബോധന ചെയ്യാതെ, രാജ്യത്തോട് സംസാരിക്കാതെ അങ്ങനെ ഈ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി രാജ്യം വിട്ടുപോയതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. അതാണ് അദ്ദേഹം അബ്ദുള്ള രാജാവ് പറഞ്ഞത്. രണ്ടാമത്തെ പറഞ്ഞ സിറിയയിലെ ഭരണാധികാരി ഈ അസദിന്റെ രാജ്യം വിട്ട് റഷ്യയിലേക്ക് അഭയം തേടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ജനകീയ പ്രക്ഷോഭമാണ്. രാജ്യം അവിടെ ഉണ്ട്, സൈനികരുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ സാധിക്കും. പരിധി കഴിഞ്ഞാൽ സൈന്യം അട്ടിമറിയും. സൈന്യം മാറി നിൽക്കുന്ന സമയത്ത് എന്റെ സുരക്ഷിതത്വം പോലും പ്രയാസമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാര്യം എന്ന് പറയുന്നത് ഗസയിൽ ജനങ്ങളെ മാറ്റുക എന്നുള്ളതല്ല. ഗസ എന്ന് പറയുന്ന അവർ ജനിച്ചു വളർന്ന ആ ദേശത്ത് നിന്ന് അവരെ ആട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യത്തിന് ഞാൻ കൂട്ടുനിന്നു എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും എന്ന് പറഞ്ഞതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ട്രംപ് തന്നെ പതുക്കെ അത് പിറകോട്ട് പോയത്. അപ്പോൾ ഇതിന്റെ അകത്തൊക്കെ നമ്മൾ കേൾക്കുകയും നമ്മൾ പറയുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തതിന് അപ്പുറമായ രീതി രാജ്യത്തിന്റെ അകത്ത് ഈ വിഷയം ഫലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാങ്കേതികപരമായിരിക്കുന്ന വിഷയങ്ങളും ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ജനകീയ പ്രക്ഷോഭങ്ങൾ, സൈനിക പ്രക്ഷോഭങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരുമ്പോൾ ഭരണാധികാരികൾക്ക് തന്നെ ഭരണം വിട്ടുപോകേണ്ട ഒരു സാഹചര്യങ്ങൾ വരും. ഈ അടുത്ത വർത്തമാന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ലിബിയയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ലിബിയയിൽ നടന്ന സംഭവം എന്താണ്? നല്ല രീതിയിൽ നടക്കും. 37 വർഷത്തിലധികം ആ രാജ്യത്തിന്റെ പ്രസിഡന്റായി ഭരിച്ച ഭരണാധികാരിയാണ്
കേണൽ ഗദ്ദാഫിയുടെ ഭരണകാലത്താണ് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അത് അമേരിക്ക സപ്പോർട്ട് ചെയ്തതാണെങ്കിൽ പോലും വിഷയങ്ങൾ ഉണ്ടായി. നിയന്ത്രിക്കാനോ പിടിച്ചു നിൽക്കാനോ പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പച്ചക്കറി മാർക്കറ്റിന്റെ പുറത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ദയനീയമായിരിക്കുന്ന കാഴ്ച ലോകം ഞെടുക്കത്തോടു കൂടിയാണ് കണ്ടത്. ആരെയാ വെടിവെച്ച് കൊല്ലുന്ന? ആ രാജ്യത്തിലെ ഭരണാധികാരി. 37 വർഷം അതിൽ കൂടുതൽ ആ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സൈനികർ തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടാവുമ്പോൾ രാജ്യം വിട്ടു പോകുക എന്നുള്ളതല്ല, നിൽക്കുന്ന ആൾക്ക് പോലും മരണഭയം ഉണ്ടാവും, ഭരണാധികാരികളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. റഷ്യയുടെ സൈനിക കമാൻഡർമാരും സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്ന അസദിനെ രക്ഷപ്പെടുത്തി റഷ്യയിലേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ലെങ്കിലോ അദ്ദേഹം ഒന്നുകിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് ഇപ്പൊ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 2025 അവസാന ഘട്ടത്തോടുകൂടി പലസ്തീൻ സ്വാതന്ത്ര്യമാകുന്നില്ലെങ്കിൽ രണ്ടാം ഘട്ടം ഒരു അറബ് ഇസ്രായേൽ യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ആഭ്യന്തരപരമായി ഒരുങ്ങി വരുന്നുണ്ട് എന്നാണ്.